ഇൻഡസ്ട്രികളിലെ രാജാവ് എന്നറിയപ്പെടുന്ന ഇൻഡക്ഷൻ മോട്ടോഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് 90% ഇൻഡസ്ട്രികളിലും ഇൻഡക്ഷൻ മോട്ടോർ ഉപയോഗിക്കുന്നത്? ഇതിന്റെ വർക്കിംഗും നിർമ്മാണവും എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതൊരു AC മോട്ടറാണ്. ഇതിന് ഇൻഡക്ഷൻ എന്ന പേര് വരാൻ കാരണം ഇതിന്റെ റോട്ടറിലേക്ക് നമ്മൾ കറണ്ട് നേരിട്ട് നൽകുന്നില്ല, മറിച്ച് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴിയാണ് ഇവിടെ കറണ്ട് ഉണ്ടാവുന്നത്. ഇതിന്റെ നിർമ്മാണത്തെ പറ്റി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. പ്രധാനമായും ഇൻഡക്ഷൻ മോട്ടറിന് 2 ഭാഗങ്ങളാണ് ഉള്ളത്, സ്റ്റേറ്ററും റോട്ടറും. സ്റ്റേറ്റർ എന്ന് പറയുന്നത് മോട്ടറിന്റെ സ്റ്റേഷനറി ഭാഗമാണ്. ഇവിടെയാണ് 3 ഫേസ് വൈൻഡിങ് നൽകുന്നത്. ഇതിലൂടെ കറന്റ് കടന്നു പോകുമ്പോൾ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് അഥവാ RMF ഉണ്ടാവുന്നു. ഇനി റോട്ടറിനെ പറ്റി സംസാരിക്കാം. റോട്ടർ എന്ന് പറയുന്നത് ഇൻഡക്ഷൻ മോട്ടറിന്റെ കറങ്ങുന്ന ഭാഗമാണ്. ഇത് തന്നെ 2 തരത്തിലുണ്ട്, സ്ക്വിറൽ കേജ് റോട്ടറും അതുപോലെ തന്നെ സ്ലിപ്പ് റിംഗ് റോട്ടറും. സ്ക്വിറൽ കേജ് റോട്ടറിന്റെ നിർമ്മാണം വളരെ ലളിതമാണ്, ഇത് കൂടുതൽ വിശ്വസനീയവുമാണ്. അതേസമയം സ്ലിപ്പ് റിംഗ് റോട്ടർ നമ്മൾ ഉപയോഗിക്കുന്നത് ഉയർന്ന സ്റ്റാർട്ടിംഗ് ടോർക്ക് ആവശ്യമുള്ളിടത്താണ്. ഇൻഡക്ഷൻ മോട്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നോക്കുകയാണെങ്കിൽ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതിൽ 3 പ്രധാന നിയമങ്ങളാണ് വരുന്നത്. 1 RMF ക്രിയേഷൻ, 2 ഇൻഡക്ഷൻ ആൻഡ് 3 എന്ന് പറയുന്നത് ലെൻസ് ലോ ആണ്. RMF ക്രിയേഷൻ, നമ്മൾ സ്റ്റേറ്ററിൽ 3 ഫേസ് സപ്ലൈ കൊടുക്കുമ്പോൾ ഇവിടെ ഒരു കറങ്ങുന്ന കാന്തിക മണ്ഡലം അഥവാ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു. ഇതിന്റെ വേഗതയാണ് നമ്മൾ സിൻക്രണസ് സ്പീഡ് അല്ലെങ്കിൽ NS എന്ന് വിളിക്കുന്നത്. വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ തന്നെ ഇവിടെയുണ്ട്. സിൻക്രണസ് സ്പീഡ് NS is equal to 120 f/p. ഇവിടെ F എന്ന് പറയുന്നത് ഫ്രീക്വൻസിയും P എന്ന് പറയുന്നത് പോളുകളുടെ എണ്ണവുമാണ്. ഈ ഫീൽഡിൽ റോട്ടറിലെ കണ്ടക്ടറുകളെ കട്ട് ചെയ്യുമ്പോൾ ഫാരഡേസ് ലോ പ്രകാരം റോട്ടറിൽ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നു. ഈ EMF റോട്ടറിൽ ഒരു കറന്റ് ഉണ്ടാക്കുന്നു. ലെൻസ് നിയമപ്രകാരം ഈ കറന്റ് തന്നെ ഉണ്ടാക്കിയ കാരണത്തെ, അതായത് സ്റ്റേറ്റർ ഫീൽഡിന്റെ സ്പീഡിനെ എതിർക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ റോട്ടർ സ്റ്റേറ്റർ ഫീൽഡിന്റെ പുറകെ കറങ്ങാൻ തുടങ്ങും. ഇനി ടെക്നിക്കൽ PSC പരീക്ഷയിൽ സ്ഥിരമായി ചോദിക്കുന്ന ഇൻഡക്ഷൻ മോട്ടറിൽ നിന്നിട്ടുള്ള കുറച്ച് പോർഷൻസ് ഉണ്ട്. അവ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് സ്ലിപ്പാണ്. സ്ലിപ്പ് എന്ന് പറയുന്നത് സ്റ്റേറ്റർ ഫീൽഡിന്റെ വേഗതയും അതുപോലെ തന്നെ റോട്ടറിന്റെ വേഗതയും തമ്മിലുള്ള വ്യത്യാസമാണ്. സ്ലിപ്പ് is equal to NS minus NR. ഇനി സ്ലിപ്പ് വാല്യൂ എന്താന്ന് നമുക്ക് നോക്കാം. ഫുൾ ലോഡിൽ സാധാരണയായി സ്ലിപ്പ് വാല്യൂ എന്ന് പറയുന്നത് 2% മുതൽ 5% വരെ ആയിരിക്കും. മോട്ടർ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റാൻഡ് സ്റ്റിൽ പൊസിഷനിൽ സ്ലിപ്പ് 1 ആയിരിക്കും. ഇനി സ്പീഡ് എന്താ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇൻഡക്ഷൻ മോട്ടോർ ഒരിക്കലും സിൻക്രണസ് സ്പീഡിൽ കറങ്ങില്ല, അതുകൊണ്ട് ഇതിനെ അസിൻക്രണസ് മോട്ടോർ എന്ന് വിളിക്കുന്നു. ഇൻഡക്ഷൻ മോട്ടറിന്റെ ആപ്ലിക്കേഷൻസ് കൂടുതലായും വരുന്നത് ഫാനുകൾ, പമ്പുകൾ, കൺവെയർ ബെൽറ്റുകൾ, കംപ്രസറുകൾ എന്നിവിടങ്ങളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ചുരുക്കത്തിൽ കുറഞ്ഞ മെയിൻ്റനൻസും മികച്ച പെർഫോമൻസും ഇതിനെ പ്രിയപ്പെട്ടതാക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കൂടുതൽ കോണ്ടന്റ് ക്ലാസ്സസിനായി എൻട്രി ടെക്നിക്കൽ ചാനൽ ഫോളോ ചെയ്യും.